ഇതുകൊണ്ട് നല്ല സൗന്ദര്യം ഉറങ്ങി കണക്ക് കിടക്കുന്നു. ഉറങ്ങിയ പോലെ കിടക്കുവാണല്ലേ. എന്തൊരു സൗന്ദര്യമാണ്. ഇവരൊക്കെ ആയിട്ടാ കൂടുതൽ നമ്മൾ കാണുമ്പോ. അതെ, കാണുമ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു അമ്മയുണ്ടല്ലോ മരിച്ചേ, അമ്മയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട് ഇല്ല, റോഡേ അതിലേ പോകണം. ഓ ശരി. എപ്പോഴാ അടക്കം? 11:30. അവിടെ പോയിട്ട് വരുവാന്നോ? ഓ ശരി ശരി. മോനെ ഭയങ്കര നഷ്ടമാണ് നമ്മുടെ നാട് ഇവര് പോയത്. അത് തീരെ ദുഃഖമായിട്ട് തന്നെ എന്നും ഓർക്കാനുള്ള ഒരു കാര്യമായത്. അവരതേപോലെ കണ്ടാ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ടല്ലാതെ അവര് പോവുകയല്ല. ഇത്ര നല്ല സ്നേഹമുള്ളവരൊക്കെയായിരുന്നു. അപ്പൊ ഒരു അച്ഛനെ അമ്മ ഒരു നാടിങ്ങനെ സ്നേഹിക്കണമെങ്കിലേ എത്രമാത്രം ആളുകളോടുള്ള ഇതായിരിക്കും. കണ്ടില്ലേ, ഉമ്മയൊക്കെ കരയുവാണ്. ഉമ്മയ്ക്കൊന്നും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അല്ലേ ഉമ്മ? അത് ഉറങ്ങിയാണക്ക് കിടക്കുന്ന നോക്കുവാനേ എന്തൊരു സൗന്ദര്യം. അവര് ഇതുകൊണ്ട് നല്ല സൗന്ദര്യം ഉറങ്ങി കണക്ക് കിടക്കുന്നു. ഉറങ്ങിയ പോലെ കിടക്കുവാണല്ലേ. ഉമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ, ഉമ്മ കരയുവാണ്. ഇവരൊക്കെ ആയിട്ടാ കൂടുതൽ നമ്മൾ കാണുമ്പോ. അതെ, ഒക്കെ നമ്മളെ കണ്ടാൽ നല്ല സ്നേഹവും നല്ലതായി വർത്താനവും അവര് പറയത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ ഈ ആശുപത്രിയിൽ ഇപ്പൊ നമ്മള് ഞങ്ങളുടെ മാമാടെ വീട്ടിന്റെ അടുത്താ. അവിടെ പോകുമ്പോ അവരെ കാണുമ്പോ അവര് മിണ്ടയും പറയുകയൊക്കെ ചെയ്യും. നല്ല സ്നേഹമുള്ളവര് രണ്ടുപേരും. വീഡിയോസ് സങ്കടമല്ലയോ? പെട്ടെന്ന് ഇങ്ങനെ പോകുന്നേ, നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. വീഡിയോ ഒക്കെ അമ്മ കാണാറുണ്ട്. അമ്മ എപ്പോഴും സംസാരിക്കുമായിരുന്നു. ഞാനിപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ ആരോഗ്യ വകുപ്പ് ആശുപത്രി അവിടെ ചെന്നപ്പോ ഡോക്ടർ ചോദിച്ചു, ആഹാ ഇന്ന് സീരിയലിലൊന്നും പോയില്ലയോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നപ്പോ, എന്തുവാടി നീ മാറി നിൽക്കുന്നേ, നിനക്കെന്താ എൻ്റെ അടുത്ത് മിണ്ടാൻ പാടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒക്കെ സാറിൻ്റെ അടുത്ത് കാര്യം പറയുമല്ലോ, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ കയറി എന്താ കാര്യം പറയാനാ എന്നും പറഞ്ഞു. വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ ഒക്കെ. ഭയങ്കര സങ്കടമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു. നല്ല ഇഷ്ടമായിരുന്നു ഒക്കെ. മോളെ എവിടെ പോന്നൊന്ന് ചോദിക്കുമായിരുന്നു. അവിടെ ജാതി ഇല്ലല്ലോ, ജാതി ഭേദം ഇല്ലല്ലോ, നമുക്കെല്ലാം ഒന്നാന്നല്ലോ. 2 ദിവസം മുമ്പ് കാണാൻ വേണ്ടി വന്നായിരുന്നു അമ്മ. കാണാൻ പറ്റിയില്ല, കസേരയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ നിന്നില്ല. കുറേ നാളായിട്ട് ഞാൻ അമ്മേനെ കാണണം. അപ്പോൾ ഞാൻ താഴെയാണ് താമസിക്കുന്നത്, ഇവിടെ ഉണ്ടാകത്തില്ല. കൊച്ചു കാണും മുതൽ എൻ്റെ അമ്മയെപ്പോലെയാണ് വളർത്തിയതാണ്. ഒരുപാട് സങ്കടമാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം അമ്മ തന്നെ കൊച്ചാളുമല്ലേ നമ്മളെ വളർത്തിയ. തൊട്ട് താഴെ നമ്മളെ വീട്. എന്നെ കൊച്ചാളുമല്ലേ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. അത്ര ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ട്. ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക്. പെട്ടെന്ന് ഇങ്ങനെ പോയിന്ന്. പുനലൂര് കലയനാട്ടില് രത്നമാമ്മ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു മരണ കാരണം. ഈ അമ്മയ്ക്ക് 69 വയസ്സാണുള്ളത്. അമ്മയും ഭർത്താവും ഇവരൊക്കെ ലോകം അറിയുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ അമ്മയുടെ മരണം അറിയുന്നതിന് മുമ്പ് തന്നെ 1-2 വീടുകളിൽ അവരുടെ സുഖമില്ലാത്ത ആളുകളെയൊക്കെ പ്രായവരെ കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചിമാരും അമ്മമാരൊക്കെ പറയുക, ഈ അമ്മയുടെ കഥ പറയുകയാണ്. സോഷ്യൽ മീഡിയ കണ്ട കഥയും ആ അമ്മ മരണപ്പെട്ടു എന്ന്. അപ്പോഴാണ് ഞാൻ മരണം ശ്രദ്ധിക്കുന്നത് തന്നെ. ഈ അമ്മയുടെ മരണം ഒരു തീരാ ദുഃഖമാണ്. ഈ നാട്ടിനൊരു വലിയ നഷ്ടം തന്നെയാണ്. ഈ അമ്മയെ എല്ലാവർക്കും വലിയ ഇഷ്ടവും ആ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എത്ര രസകരമായിട്ടാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ പൊതുജനം പറയുന്നത്. ആ അമ്മയുടെ മരണം ഈ നാടിനൊരു തീരാ നഷ്ടമാണ്. ഈ പ്രായത്തിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും കഴിയാത്ത കാര്യങ്ങളാണ് ആ അമ്മ ചെയ്യുന്നത്. അതെ അതെ, അത് അപ്പോഴാണ് നമ്മൾ കൂടുതലായി ആ അമ്മയെ ശ്രദ്ധിക്കുന്നത് പോലും. അപ്പോൾ ഈ അമ്മയുടെ മരണം ഒരു തീരാ നഷ്ടമാണ്. അതെ അതെ, എല്ലാവരെയും മോനെ മോനെ എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടു കൂടി ഇടപെടുന്ന നല്ല സുന്ദരിയായ ഒരമ്മയാണ്. ആ അമ്മയുടെ ഓർമ്മകൾ ഇവിടെ ഈ ഭൂമിയിൽ നിൽക്കും. അവർ മരണപ്പെട്ടാലും അവരുടെ ഓർമ്മകൾ ഈ പ്രദേശത്തിനൊരു വെള്ളി വെളിച്ചമായി നിലനിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.